ബഹുമാന്യനായ KNM-ന്റെ പ്രസിഡന്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ജനാബ് TP അബ്ദുൽ ഖാദിർ മദനി സാഹിബ് അവர்களെ, ഈ 30ാം വാർഷികാഘോഷ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, പ്രിയങ്കരനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ്, TP അബ്ദുൾ റസാഖ് ബാക്കവി, അഷ്റഫ് സാഹിബ് ഒമാൻ, ഇസാഖ് അലി കല്ലുകണ്ടി, പ്രിയങ്കരനായ MI ഷാനവാസ് MP, ജനാബ് മുഹമ്മദ് നിയാജി MLA, PK അഹമ്മദ് സാഹിബ്, CP കുഞ്ഞു മുഹമ്മദ് സാഹിബ്, E മുഹമ്മദ് കുഞ്ഞു സാഹിബ്, CP സൈദ് അലവി, മറ്റ് വേദിയിലും മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പണ്ഡിതന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 30 വർഷമായി മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സ്ഥാപനങ്ങൾ വളരെ പ്രശസ്തമായ നിലയിൽ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന്, അത് ഏറ്റവും താഴെയുള്ള ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള കോഴ്സുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടത്തുന്ന ജാമിയ സലഫിയ അതിൻ്റെ 30ാം വാർഷികം 3 ദിവസത്തെ പരിപാടികളോടെ സമുചിതമായി ആഘോഷിക്കുകയാണ്. തീർച്ചയായും ഈ പോയ വർഷങ്ങളിലൂടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നമ്മെ വിട്ടുപിരിഞ്ഞവരുമായ മഹാന്മാരായ നേതാക്കന്മാർ, അവരുടെയൊക്കെ ദീർഘവീക്ഷണവും അശ്രാന്ത പരിശ്രമവുമാണ് ഇന്ന് ജാമിയ സലഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സലഫി ഗ്രാമം പ്രശസ്തിയുടെയും ഒക്കെ ഒട്ടേറെ പടവുകൾ കയറിയിട്ടുള്ളത്. ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ അറബിക് കോളേജ്, ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിരുദാനന്തര കോഴ്സുകൾ ഉൾക്കൊള്ളുന്ന ഫാർമസി കോളേജ്, DED സെൻറ്റർ, ഇംഗ്ലീഷ് സ്കൂൾ, CBSE ഹയർ സെക്കൻഡറി സ്കൂൾ, റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ സെൻറ്റർ, ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ ഔഷധ നിർമ്മാണശാല, അങ്ങനെ ഒട്ടേറെ പഠനത്തിനും പരിശീലനത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഇന്നത്തെ നമ്മുടെ യുവതലമുറക്ക് ആവശ്യമായ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ആവശ്യമായ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കോഴ്സുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ലാത്ത ഒരു സമുദായത്തിൻ്റെ അനന്തരാവകാശികൾ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും സമൂഹവും ഒറ്റക്കെട്ടായി ഒരേ ചിന്തയും ഒരേ മനസ്സുമായി മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്ഷാമമില്ല. മാത്രവുമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും കുട്ടികളില്ലാതെ നിൽക്കുന്നുമില്ല. ഇത് രണ്ടും നമ്മൾ ഒരുപോലെ കാണേണ്ട കാര്യങ്ങളാണ്. കുട്ടികളുടെ അഭിരുചികൾ പല രീതിയിലാണ്. സാങ്കേതിക വിജ്ഞാനം ആഗ്രഹിക്കുന്നവരുണ്ടാകും, മതപരമായ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരുണ്ടാകും, മറ്റു ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, എല്ലാവർക്കും അവരുടേതായ ഷെയർ ലഭിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായി നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രം നടത്തുന്ന ആളുകൾ പോലും
അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നേരിട്ട് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥാപനങ്ങൾ വാസ്തവത്തിലൊരു യൂണിവേഴ്സിറ്റിയായി പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഒട്ടേറെ കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യം, അതുവഴി സമുദായത്തിലെയും സമൂഹത്തിലെയും പുതിയ തലമുറ ഏത് വെല്ലുവിളികളെയും നേരിടാൻ പ്രാപ്തമായ ഒരു തലമുറയായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഏറെ സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുള്ള ഒരു കാര്യമാണ്. ഈ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിൽ സലഫി ഗ്രാമത്തിൽ ഉയർന്നു വരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുവഴി നമ്മുടെ പുതിയ തലമുറക്ക്, പുതിയ വിദ്യാർത്ഥി സമൂഹത്തിന് അവരർഹിക്കുന്ന രീതിയിലുള്ള, അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിക്കട്ടെ. ഈ 30-ാം വാർഷികം അതിനുള്ള ഒരു ചവിട്ടുപടിയായി കൂടി കണ്ടുകൊണ്ട് അടുത്തൊരു വാർഷികാഘോഷം വരുമ്പോൾ ഇതിനേക്കാൾ ഉന്നതമായ രീതിയിൽ എത്ര കുട്ടികളാണ് ഇവിടെ എല്ലാ സ്ഥാപനങ്ങളിലൂടെ പഠിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സമുച്ചയമായി ഈ സ്ഥാപനം ഇനിയും നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ സുവനീറിൻ്റെ ഔദ്യോഗികമായ പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.